നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോള് ടെൻഷൻ ആവാതെ ഒന്നും ഇവിടെ കൊണ്ട് തീരില്ല. ഇതൊരു തുടക്കം മാത്രം. നീ നോക്കിക്കോ, അരുണിനെയും ഇവിടെ അവന് ഒത്താശ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ മൂക്കുകൊണ്ട് ഇഞ്ഞ എഴുതിപ്പിക്കും. ഈ സുരഭി മേനോനാ പറയുന്നത്. ഇതുപോലെ രഹസ്യ ഭാര്യയും കുഞ്ഞുള്ള ഒരുത്തനാ നീ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ എവിടേക്ക് പറഞ്ഞയക്കില്ലായിരുന്നു. ഇവിടെ വെച്ച് എന്റെ മുമ്പിൽ വെച്ച് ഇനി അശ്വതിയെ കാണില്ല എന്ന് ഇവ സത്യം ചെയ്യണം. ഏട്ടാ പോട്ടെ, ഐശ്വര്യയുടെ അമ്മ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. അവരുടെ സ്വഭാവം അങ്ങനെയാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഐശ്വര്യെ കൊണ്ടേ ഞാൻ സഹിച്ചു മടുത്തു. ഇപ്പൊ അതിനേക്കാൾ വലിയ ശല്യമാ ഈ പുതിയ അവതാരം. വെറുതെ ഈ രണ്ട് കുരിശും കൂടി എന്റെ തലയിലാണല്ലോ വന്ന് കയറുന്നത്. ഈ അമ്മയുടെ വയറ്റിലല്ലേ ആ മകളും പിറന്നത്. പിന്നെ ഐശ്വര്യ തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓ, ഇതെല്ലാം കൂടി സഹിക്കാൻ എന്തൊരു ജന്മം എന്റേത്. അരുൺ, സമാധാനിക്ക്, എല്ലാം ശരിയാവും. അമൃതടുത്ത് എന്തായി പറയുന്നത്? എവിടുന്ന് ശരിയാവാൻ? അമ്മയും നേരെയാവില്ല, മോളും നേരെയാവില്ല. ഇവിടെ ഉള്ള സമാധാനം കൂടി കളയാനാ മോളുടെ പേരും പറഞ്ഞ് അവരും കൂടി എഴുന്നള്ളിയിരിക്കുന്നത്. ഏട്ടാ, ഞങ്ങള് ഐശ്വര്യയുടെ അമ്മയുടെ ഒരു കാര്യം പറയാനാ വന്നത്. അയ്യോ, അവരുടെ കാര്യം എനിക്ക് കേൾക്കണ്ട, ഞാൻ മടുത്തു. ഏട്ടാ, അതല്ല, ഐശ്വര്യയുടെ അമ്മയും തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടു. അവരുടെ ഇവിടേക്കുള്ള വരവിലും ഈ കാണിക്കുന്ന ആഡംബരങ്ങളിലൊക്കെ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? ഐശ്വര്യടുത്തെ നമ്മുടെ കമ്പനിയുടെ ക്യാഷ് തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന് എന്റെ സംശയം. അതെ, ഇടയ്ക്ക് ഐശ്വര്യ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നപ്പോ കമ്പനിയിൽ കുറെ ക്യാഷിന്റെ ഇഷ്യൂസ് ഉണ്ടായില്ലേ? അതെല്ലാം അടിച്ചു മാറ്റി ഐശ്വര്യ അമ്മയ്ക്ക് കൊടുത്തോന്നൊരു സംശയമുണ്ട്. സത്യത്തിൽ ഐശ്വര്യയുടെ അല്ല പ്രശ്നം, അവരുടെ അമ്മയാ. അവരെ നിർബന്ധിച്ച് ഐശ്വര്യത്തെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നതാണെന്നാ എന്റെ സംശയം. എന്തായാലും അരുൺ, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഈ അമ്മയുടെ പിടിവിട്ട ഐശ്വര്യത്തെ അരുണേടിനെ സ്നേഹിച്ച് സമാധാനമായിട്ട് കഴിയുന്ന എനിക്ക് തോന്നുന്നേ. ആ ഒരു പ്രതീക്ഷ എനിക്ക് എന്തായാലും ഇല്ല ശ്യാമേ. ഏട്ടാ, അങ്ങനെ ചിന്തിക്കാതെ ക്രമേണ ഒക്കെ നേരെയാവും. ഐശ്വര്യത്തെ അരുണേന്റെ കുഞ്ഞിനെ കൂടി പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും മാറ്റം വരും. പിന്നെ കുടുംബം, കുഞ്ഞ്, അതിന്റെ കളിച്ചിരി, തമാശ, ഐശ്വര്യത്തെ മൊത്തത്തിൽ ചേഞ്ച് ആവും ഏട്ടാ. എന്തായാലും അരുൺ, ഐശ്വര്യയുടെ അമ്മ ഇവിടെ എന്തുടായ്പാണ് കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അത് വേണം. ഇനി എന്തെങ്കിലും സൂചന കിട്ടിയാ എന്നോട് പറയും. അവരെ പൊളിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.